ഹലോ മക്കിൾസ്. എടാ, നമ്മൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും രണ്ടാമതും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. അങ്ങനെയുള്ള ഒരു ചാപ്റ്ററിൽ നമ്മുടെ സുവോളജിയിലുള്ള ആനിമൽ കിങ്ഡം. അപ്പോൾ ഇതുപോലെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചില ട്രിക്സുകളും ടിപ്സുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് അത് നോക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. സോ ഞാൻ അത് രണ്ട് ഉദാഹരണത്തിലൂടെ, രണ്ട് എക്സാമ്പിൾസിലൂടെ എൻ്റെ മക്കൾസിന് ഞാൻ ഡെലിവറി ചെയ്യട്ടെ. ആനിമൽ കിങ്ഡം ചാപ്റ്റർ നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നതാണ് ഫെർട്ടിലൈസേഷൻ. ഓരോ നമ്മൾ ഫൈലം എടുത്താലും അതിലുള്ള ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ, അല്ലെങ്കിൽ ബോത്ത് എക്സ്റ്റേണൽ ഇന്റേണൽ ആണോ, എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? അതിന് ഞാൻ നിങ്ങൾക്കൊരു കോഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യാണ്. പപ്പ ബാൻമൈ ടെക്നോളജി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ അവിടെ കാണുന്നുണ്ട്. പപ്പ ബാൻമൈ ടെക്നോളജിയിൽ ആദ്യം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്നും ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്നും എൻ്റെ മക്കൾസിന് അറിയാലോ. സോ ആ പപ്പ ബാൻമൈ ടെക്നോളജിയിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നമ്മൾ ആദ്യം നോക്കാം. ഇന്റേണലിന്റെ കോഡാണ് പപ്പ. ബാൻ മൈ എന്നുള്ളത് ബാൻഡ് ബി, ബോത്ത് എന്നുള്ള അർത്ഥമാണ്. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. പിന്നെ അതുപോലെ ടെക്നോളജി, TECH നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ടെക്നോളജി. അത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി ഇന്റേണൽ ഫെർട്ടിലൈസേഷനിൽ പപ്പ വരുന്ന സമയത്ത് എന്താണ് പപ്പ? പി പോരിഫെറയാണ്. എ നമ്മുടെ ഏതാണ്? ആസ്കൽ മിന്തസ് ആണ്. അതുപോലെ നമ്മുടെ അടുത്ത പി ഏതാണ്? പാറ്റി ഹെൽമിന്തസ് ആണ്. അടുത്ത എ ഏതാണ്? അടുത്ത എ നമ്മുടെ ആർത്രോപോഡ്സ് ആണ്. ഇതേപോലെ ബാൻ മൈ നിങ്ങൾക്ക് അവിടെ കാണുന്നില്ലേ? ബി ബോത്ത് ആണല്ലോ. ആൻ എന്നുള്ളത് അനലിഡ്സ് ആണ്. അതുപോലെ എം മൊളസ്ക് ആണ്. അപ്പൊ അനലിഡ്സും മൊളസ്ക ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വരും. ഇനി നമുക്ക് ടെക്നോളജിയിലെ ടി നമുക്ക് ടീനോഫോറയാണ്. ടീനോഫോറിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ സി ആണെങ്കിലും നമുക്ക് ടീനോഫോർ ആണെന്ന് നമുക്ക് പറയാം, ടി എന്നുള്ളത് കൊണ്ട് അല്ലേ. പിന്നെ ഈ എക്കൈനോഡെർമേറ്റ, സി സീലിൻറ്ററേറ്റ, എച്ച് ഹെമികോഡേറ്റ എന്ന് പറയും. ഈ ടെക്നോളജി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഇനി എക്സാമ്പിൾസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ന്യൂമോണിക്സ് ഉണ്ടാക്കിയാൽ മതി. ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്താൽ മതിയടാ. ഇപ്പൊ നമ്മൾ മൊളസ്കയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് ലോഡ് PSC. എന്താ ലോഡ് PSC? നമ്മളെ PSC എക്സാം ഒക്കെ ഭയങ്കര ലോഡാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഓരോ ആനിമലിന്റെ ആ ഫൈലത്തിൽ വരുന്ന ഓരോ ആനിമലിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണത്. എന്താ ലോഡ് PSC? എൽ ലോലിഗോയാണ്. അടുത്ത O ഒക്ടോപ്പസ് ആണ്. A അപ്ലീസിയാണ്. ഡി ഡെന്റാലിയം. ഇനി പി രണ്ട് പേർക്കുണ്ട്, പൈല ആൻഡ് പിങ്ടാഡ എന്ന് പറയും. S ഫോർ സെപ്പിയ ആൻഡ് C ഫോർ കൈറ്റൺ, കീറ്റോ പ്ലീറ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതുപോലുള്ള ന്യൂമോണിക്സിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനിയിപ്പം ചിലത് നമ്മൾ പഠിക്കാറ്, ഇപ്പം പ്ലാറ്റി ഹെൽമിന്തസ് എടുത്ത് നോക്ക്, ഫ്ലാറ്റ് വേംസ് അല്ലേ. അപ്പം ഫ്ലാറ്റ് തന്നെയാ അതിന്റെ കോഡ്. എന്താണ് ഫ്ലാറ്റ്? എഫും എല്ലും സെയിം ആണ്. ഫാസിയോള ലിവർ ഫ്ലൂക്ക് എന്നാണ് പറയാ. T ഫോർ ടീനിയ ടേപ്പ് വേം എന്നാണ് പറയാ. അപ്പൊ ഇതുപോലെ ന്യൂമോണിക്സിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു റിവിഷന്റെ ആവശ്യം നമുക്ക് വരില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ഈ ന്യൂമോണിക്സിലൊക്കെ പഠിക്കുന്നുണ്ടാവാം. സോ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ ന്യൂമോണിക്സ് ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കും കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം മക്കൾസ്. ഓക്കെ, ബൈ.